ഇനി നിനക്ക് എന്നും ഈ ദോശയും ചമ്മന്തിക്കറിയേ ഉള്ളൂ? ഇന്നും കൂടെ ദോശയും ചമ്മന്തിയും ഉള്ളൂ. നാളെ തൊട്ട് ചമ്മന്തിയും ദോശയും ആക്കിയിരിക്കുന്നതാണ്. അമ്മയുടെ ദോശ വന്ന് വന്ന് വായിൽ വെക്കാൻ കൊള്ളൂല. വായിൽ വെക്കാൻ കൊള്ളാത്ത ഇവിടെ ഇരുന്ന 8 ദോശ പിന്നെ എവിടെ പോയാ? ആവിയായി പോയാ? പട്ടി പുല്ലും തിന്നും. എങ്കിൽ നാളെ തൊട്ടേ അമ്മ കറുവപ്പുള്ളിയും മേശപ്പുറത്ത് കൊണ്ടുവയ്ക്കും. പട്ടി പുല്ല് തിന്നില്ലെങ്കിലാണ്. എവളുണ്ടാക്കണ എല്ലാ ആഹാരത്തിലും അവളെ മുടി കാണും. അത് കാണുമ്പോ ഓർക്കാനും വരും. ഇക്കണ്ട ഹോട്ടലിൽ പോയി ലവ്മാരെ വിയർപ്പ് കഴിക്കാനാണ് കുഴപ്പമില്ല. ഞാൻ സിൽസില ഹോട്ടലിൽ പോയി നിങ്ങൾ കോഴിക്കറി ഓർഡർ ചെയ്ത് എന്തിനാ കഴിക്കാൻ കിട്ടിയ? പള്ളിയാവുമാര് കോഴിക്കറിക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടി എടുക്കരുത്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ വീട്ടിൽ നിന്നുള്ള ഫുഡ് നിർത്താൻ പോണം. ഫുഡിന് മാത്രമല്ല നിന്റെ ഈ വീട്ടിലെ പുറത്തു കൂടെ നിർത്തണമെന്നാണ് എന്റെ അഭിപ്രായം. കഴിഞ്ഞ ചിങ്ങത്തിലെങ്ങാണ്ട ഞാൻ പുട്ട് കണ്ടതാണ്. നിങ്ങൾ ഇപ്പം കിടന്ന് തള്ളണ തള്ളു പോരെ. നീ പുട്ടുകൂടെ കഴിച്ചിട്ടുള്ളൂ. എക്സ്ട്രാ തള്ളാൻ. ചപ്പാത്തി ഇടിയപ്പൊക്കെ ഹോട്ടലിൽ ഇരിക്കണതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ വെച്ചാ. ആ ഊട്ടുബി കറി ചപ്പാത്തി ഇടിയപ്പോ നടിച്ചു നോക്കിയാൽ ഇഷ്ടംപോലെ ചപ്പാത്തി ഇടിയപ്പൊക്കെ കാണാൻ പറ്റും. എവളെ ഈ ആഹാരം കഴിച്ചു ഞങ്ങൾ കോലം കെട്ട്. സത്യം നാട്ടുകാരെല്ലാരും കിടന്ന് ചോദിക്കണം, രഘുവിന് നീ പട്ടിണി കിട്ടിക്കണോ ചില ചെയ്യുന്നു. ദോശ കഴിച്ചിപ്പോ എന്തിനു കഴിച്ചാലും നാട്ടിൽ ദോശയുടെ ചെവിയിൽ വരണ. ദിവസം പല്ല് തേച്ച തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ.